ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ചായ കുടിച്ചാലോ? മിഡിൽ ഈസ്റ്റേൺ സ്പൈസ്ഡ് ടീ. പേര് കേട്ടാരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു ചായയാണ്. കുറച്ച് സ്പൈസസൊക്കെ ചേർക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ 2 കപ്പ് ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് 5 പീസ് ഏലക്ക, പിന്നെ ഒരു 4 പീസ് ഗ്രാമ്പു, പിന്നെ ഒരു പീസ് ജാതിക്ക. അത് ചെറിയൊരു പീസ് മതി, ഒരു 1/4 സ്പൂണിൻ്റെ പകുതി മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആയിട്ട് മുന്നിട്ട് വരിക. അത് കൂടുതൽ ചേർത്താൽ അളവ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് വരിക. പിന്നെ വേണ്ടത് പട്ടയാണ്. അതും ഇതേപോലെ തന്നെ ഒരു 1/4 സ്പൂണിൻ്റെ പകുതി മതിയാവും നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ, അത്ര വലുപ്പത്തിൽ. ഇനി സ്പൈസസ് 4 കൂടി നമുക്കൊരു ഇതിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി, പക്ഷെ നല്ലോണം പൊടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു പാകത്തിന് മതി, ഒന്ന് കുത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം. പാത്രത്തിലേക്ക് ഞാൻ വലിയ 2 മഗ്ഗിലാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. ഈ മഗ്ഗിൽ 2 മഗ്ഗ് വെള്ളം എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 800 മില്ലിയൊക്കെ കാണും കേട്ടോ, വലിയ കപ്പാണ്. ഇനി നമുക്കിപ്പോൾ ഇത് ചെറിയ സാധാ കപ്പിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ ഒരു 4 ഗ്ലാസ്സിലേക്കൊക്കെ ഉള്ള വെള്ളം ഉണ്ടാവും കേട്ടത്. ചായ റെഡിയായി വരുമ്പോൾ 4 ഗ്ലാസ്സൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏത് ചായപ്പൊടി വേണമെങ്കിലും എടുക്കുക. 2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഓരോരുത്തരുടെ കടുപ്പനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ ചേർക്കണം. ഇതുപോലെ തന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് മധുരത്തിന്, അതിനനുസരിച്ച് ചേർക്കാം. ഞാൻ ചായയിലും കോഫിയിലൊന്നും അങ്ങനെ അധികം മധുരം ഉപയോഗിക്കില്ല, അതുകൊണ്ട് 2 സ്പൂണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പൈസസും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. സ്റ്റൗവിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. ഇതിൻ്റെ സ്മെല്ലൊന്നും പുറത്ത് പോകരുത്. ഇനി ഇത് തിളക്കുമ്പോൾ തന്നെ നമുക്കൊരു 1/2 കപ്പ് വെള്ളത്തിൽ പാൽപ്പൊടി മിക്സ് ആക്കിയിട്ടെടുക്കണം. 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി പാൽപ്പൊടി ഉപയോഗിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാം. 1/2 കപ്പ് 1 കപ്പൊക്കെ ഫുൾ ഫാറ്റ് മിൽക്ക് നമുക്ക് അതിൻ്റെ കട്ടി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ പാൽപ്പൊടി ഇടുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റായി തോന്നിയത് കേട്ടോ. അതുകൊണ്ട് ഞാൻ 4 വലിയ സ്പൂൺ പാൽപ്പൊടി ചേർത്താണ് റെഡിയാക്കിയത്. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചായ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാലാണെങ്കിൽ പാൽ, എന്താണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ സിമ്മിൽ കിടക്കണം. അപ്പോഴാണ് ആ സ്പൈസസൊക്കെ നല്ലോണം, അതിൻ്റെ സ്മെല്ലൊക്കെ, അതിൻ്റെ ആ സ്പൈസസിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിലീസായി ചായയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ചു വെക്കുക സിമ്മിലിട്ടിട്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പതപ്പിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. രാവിലെ വൈകിട്ടൊക്കെ ആയിട്ട് 2 ചായയെങ്കിലും മിനിമം കുടിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. ഇവിടെ ചായ ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ. നമ്മൾ ചായ അങ്ങനെ അധികം ഉപയോഗിക്കലില്ല. പക്ഷെ പൊതുവെ എല്ലാവരും നല്ലോണം ചായ കുടിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ചായ കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്നും കുടിക്കുന്ന ചായയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടേസ്റ്റ് ഒന്ന് മാറ്റി നോക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നല്ല വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് ഇനിയും കാണാം. താങ്ക്